ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കംബോഡിയൻ അതിർത്തി പ്രദേശത്ത് അമേരിക്കയുടെ ഒരു കാരാൾ സൈന്യ വ്യൂഹത്തെ ഉത്തര വിയറ്റ്നാം സൈന്യങ്ങൾ വളഞ്ഞു. അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചുറ്റുപാടുകൾ മുഖരിതമായിരുന്നു. തോക്കുകളിൽ നിന്നും വെടി പൊട്ടിക്കൊണ്ടിരുന്നു. ശത്രു അടുത്തെത്തിക്കഴിഞ്ഞു എന്ന് പടയാളികൾക്ക് മനസ്സിലായി. വളരെ പെട്ടെന്ന് ഒരു പടയാളി വെടിയേറ്റ് ഭൂമിയിൽ പതിച്ചു. അവൻ്റെ നെഞ്ചിനും കൈക്കും ഭയങ്കരമായ വേദന അനുഭവപ്പെട്ടു. എന്നാൽ അവൻ മരിച്ചില്ല. ആ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു വാർത്ത വളരെ പ്രസിദ്ധമാണ്. വെടിയുണ്ട പതിച്ചത് ആ പടയാളിയുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന ഒരു പുതിയ നിയമത്തിന്മേലായിരുന്നതിനാൽ വെടിയുടെ ശക്തി കുറഞ്ഞു പോവുകയും നെഞ്ചിലുണ്ടായ മുറിവ് മരണകാരണമായി തീരാതിരിക്കുകയും ചെയ്തു. 10 വർഷം കഴിഞ്ഞിട്ടും രക്തക്കറ പുരണ്ടതും മധ്യഭാഗത്ത് വെടിയുണ്ട തുളച്ച് കടന്നുപോയ ദ്വാരമുള്ളതുമായ ആ പുതിയ നിയമം ഒരു നിക്ഷേപം എന്ന വണ്ണം ആ ചെറുപ്പക്കാരൻ സൂക്ഷിച്ചു വെച്ചു. അതാണ് അവൻ്റെ ജീവനെ രക്ഷിച്ചത് എന്ന് അയാൾ വിശ്വസിച്ചു. ഈ സംഭവം കേൾക്കുമ്പോൾ തന്നെ മനോഹരമായ ഒരു കഥയായി നമുക്ക് തോന്നാം, സംശയമില്ല. എന്നാൽ ഇതിൽ ഒരു വലിയ കുറവ് സംഭവിക്കുന്നുണ്ട്. വേദപുസ്തകം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും ഇതിൽ പറയുന്നില്ല. ആ യുവാവ് തിരുവചനം വായിക്കുകയോ അതിനനുസരിച്ച് ജീവിക്കുകയോ ചെയ്തുവെന്നും ആ ഭാഗത്ത് തെളിവായി രേഖപ്പെടുത്തിയിട്ടില്ല. അവന്റെ ശാരീരികമായ ജീവന് അതുമൂലം താൽക്കാലികമായി രക്ഷ ലഭിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പുരാതന ഇസ്രായേൽക്കാരും ഇതുപോലെ ചില പ്രയോഗങ്ങൾ തിരുവെഴുത്തുകളെ ഉപയോഗിച്ച് പ്രയോഗിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തിരുവചന ഭാഗങ്ങളെ അവരുടെ സന്ദർഭത്തിന് അനുസരിച്ച് അടർത്തിയെടുത്ത് അവർ വ്യാഖ്യാനിക്കാറുണ്ട്. പ്രവാചകന്റെ വാക്കുകൾ കേൾക്കുന്നതിൽ അവർ വളരെ സന്തുഷ്ടി പ്രകടിപ്പിച്ചിരുന്നു. എങ്കിലും ദൈവം പറയുന്നത്, അവർ എൻ്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവയെ അനുസരിക്കുന്നില്ല. ആ വചനത്തിനനുസരിച്ച് ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം എന്തായിരുന്നു? ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അവരുടെ മേൽ ദൈവത്തിന് ന്യായവിധി ഉണ്ടാകുവാനിടയായി. അന്നത്തെ പോലെ ഇന്നും ദൈവവചനം സൗഭാഗ്യം കൈവരിക്കുന്നതിനുള്ള രക്ഷാകവചമായോ മനസ്സിൻ്റെ ആകുല ചിന്തയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും താൽക്കാലികമായ വിടുതൽ നൽകുന്ന ഒരു ഉപാധിയായോ മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ട്. ദൈവവചനത്തിൽ കൂടെ ലഭിക്കുന്ന സഹായം അല്പകാലത്തേക്കുള്ളതല്ല, അതെന്നേക്കുമുള്ളതായിരിക്കണം. അതിന് പൂർണ്ണമായി അനുസരിച്ച് ജീവിതം സമർപ്പിച്ച് ജീവിക്കണം. ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ എന്നാണ് വേദം നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് കേവലം ശാരീരിക രക്ഷ മാത്രമല്ല, നിത്യമായ ആത്മാവിൻ്റെ രക്ഷ കൂടെയാണ്. അതാണല്ലോ ആത്യന്തികമായി നമുക്ക് പ്രാപിക്കേണ്ടത്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.